ഹലോ ഗായ്സ്, അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ഡാർക്ക് അടിക്കുന്ന ലൈറ്റ് ഇട്ടിട്ടില്ല, വെറുതെ അല്ല. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മളങ്ങനെ ചെന്നൈയിലെത്തി. ഒരു 3 ആഴ്ച നാട്ടിലുണ്ടായിരുന്നു. അത് വന്നതിൻ്റെ ഒരു ഇത്. അപ്പോൾ ഇനി ഈ വീഡിയോയിൽ അൺപാക്കിങ്ങും കാര്യങ്ങളും പിന്നെ ഇവിടെ എത്തിയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളായിരിക്കും കാണിക്കാം. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. ഇവനെന്തിനാ അറിയുന്നത്? ആദ്യം തന്നെ നമുക്ക് പെട്ടി അൺബോക്സ് ചെയ്യാൻ കഴിയും. ഇത് അമ്മ പുറത്തുവിട്ട പെട്ടിയാണ്. ഇതിൻ്റെ അകത്ത് ഫിഷും കറിയൊക്കെ ആക്കി കൊടുത്തു വിട്ടിട്ടുണ്ട് അമ്മ. അതിനിപ്പം ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് അമ്മ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് അടിപൊളിയാണ്. നമ്മൾ എല്ലാ പ്രാവശ്യവും അമ്മ വരുമ്പം ഇങ്ങനൊരു പെട്ടി ഉണ്ടാവും. ആ പെട്ടി എങ്ങനെയാണ് സെറ്റ് ചെയ്തതെന്ന് നമുക്ക് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഞങ്ങൾ ചെന്നൈയിലോട്ട് വരുവാണെങ്കിലും അല്ലെങ്കിൽ ഞങ്ങൾ അച്ഛനമ്മമാർ വരുവാണെങ്കിലും അധികവും എൻ്റെ അമ്മ കൊടുത്തു വിടാറുള്ളൊരു ബോക്സാണിത്. കുട്ടാൻ്റെ വീട്ടിൽ നിന്നായിക്കോട്ടെ എൻ്റെ വീട്ടിൽ നിന്നായിക്കോട്ടെ ഒരുപാട് സാധനങ്ങൾ ഞങ്ങൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ എടുക്കാറുണ്ടെങ്കിലും ഈ ഒരു ബോക്സിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എൻ്റെ അമ്മ മെഡിക്കൽ ഏജൻസിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ മെഡിസിനും കാര്യങ്ങളൊക്കെ വരുന്ന തെർമോക്കോളിൻ്റെ ബോക്സ് ഉണ്ടാവും. അപ്പോൾ അതിലാക്കിയിട്ടാണ് ഫിഷും അതുപോലെ തന്നെ ഈ കേടായിപ്പോകുന്ന ഈ കറിയൊക്കെ ഉണ്ടെങ്കിൽ കൊടുത്തു വിടുക. കാരണം നമ്മൾ നൈറ്റ് അവിടെ നിന്ന് ട്രെയിൻ കയറിയ പിറ്റേ ദിവസം രാവിലെ എവിടെ എത്തുക, വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുക്ക് ചെയ്യാനൊന്നൊരു മൂടുണ്ടാവില്ല. ചോറ് പിന്നെ കുക്കറിലായതുകൊണ്ട് പെട്ടെന്നാവില്ല. അപ്പോൾ അമ്മ അധികം കറിയൊക്കെ കൊടുത്തു വിടാറുണ്ട്. അപ്പോൾ അങ്ങനെ കൊടുത്തു വിടുന്ന ഒരു പാക്കിങ്ങാണിത്. അപ്പോൾ ഇത് ഭയങ്കര രസമാണ്. ഇതിനകത്ത് ഒരുപാട് സാധനങ്ങൾ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തു വിടുന്നത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഈ കാർബോണിൻ്റെ പെട്ടിയുടെ അകത്താണ് തെർമാക്കോൾ ബോക്സ് വെച്ചിട്ടുള്ളത്. നല്ല സേഫായിട്ട് സെറ്റാക്കിയിട്ട് അമ്മ എടുത്തു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ലീക്കാവോ അല്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ തെർമാക്കോളിൻ്റെ ബോക്സിൻ്റെ ഉള്ളിൽ ഐസ് പാക്ക് വെച്ചിട്ടാണ് അമ്മ സാധനങ്ങൾ കൊടുത്തു വിടുക. അതിവിടെ എത്തുന്ന വരെ നല്ല ഫ്രീസായിട്ട് തന്നെ ഉണ്ടാവും. ഐസ് പാക്ക് ഉള്ളത് കൊണ്ട് തന്നെ അത് പെട്ടെന്നൊന്നും കേട് വരില്ല, അത് അലിഞ്ഞു പോവുകയില്ല. പിന്നെ എ സിയിലാണല്ലോ നമ്മൾ വരുന്നത്, അപ്പോൾ പെട്ടെന്നൊന്നും കേട് വരില്ല. ഇത് നല്ല രീതിയിൽ റാപ്പൊക്കെ ചെയ്തിട്ടാണ് കൊടുത്തു വിട്ടിട്ടുള്ളത്. അപ്പോൾ അതിനുള്ളിൽ എങ്ങനെയാണ് എന്താണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അധികം ഫിഷ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു തെർമാക്കോളിൻ്റെ ബോക്സ് എടുക്കുന്നത്. കാരണം നാട്ടിൽ നല്ല ഫിഷ് കിട്ടുമ്പോൾ അല്ലെങ്കിൽ നാട്ടിൽ ഫിഷ് കഴിക്കാൻ തോന്നുമ്പോൾ ഇങ്ങനെ കൊടുത്തു വിടാറുണ്ട് അമ്മ. വാങ്ങിച്ചിട്ട് ഫ്രീസറിൽ വെച്ച് ഫ്രീസ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു തെർമാക്കോളിൻ്റെ ബോക്സ് ഇട്ടിട്ട് ഐസ് പാക്ക് വെക്കുന്നത്. അല്ലാണ്ട് ഡയറക്റ്റ് എടുത്ത് വെക്കില്ല. അപ്പം ചിലപ്പം വേഗം തന്നെ ഐസ് പാക്ക് അലിഞ്ഞു പോകേണ്ട വന്നു കഴിഞ്ഞാൽ അത് നിൽക്കത്തില്ലല്ലോ. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഈ തെർമാക്കോളിൻ്റെ ബോക്സിൻ്റെ അകത്തുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതാണ് ഐസ് പാക്ക്. ഈ ഒരു ഐസ് പാക്ക് ജെല്ലി പോലത്തെ ഒരു സാധനമാണ്. അത് ഫ്രീസറിൽ വെച്ച് ഫ്രീസ് ചെയ്ത് വെച്ച ഫിഷിൻ്റെ ഇതിൻ്റെയൊക്കെ കൂടെ വെച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പ് അങ്ങനെ നിൽക്കും. പിന്നെയുള്ളത് അച്ചാറാണ്. അമ്മമ്മേൻ്റെ സ്പെഷ്യൽ അച്ചാർ. എൻ്റെ അമ്മമ്മ അടിപൊളിയായിട്ട് അച്ചാറുണ്ടാക്കും. അപ്പോൾ അധിക പ്രാവശ്യം ഇങ്ങോട്ട് വരുമ്പോൾ അമ്മമ്മേൻ്റെ അച്ചാർ സ്പെഷ്യലാണ്, അതുപോലെ മസ്റ്റുമാണ്. പിന്നെ അമ്മേൻ്റെ ഗരം മസാല, വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഗരം മസാല, അങ്ങനത്തെ സാധനങ്ങൾ. പിന്നെ ഫിഷും അതുപോലെ തന്നെ കറിയും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയായിരുന്നു ഈ ബോക്സിലുണ്ടായിരുന്നത്. എനിക്ക് ഈ പാക്കിങ് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. പക്ഷേ ഈ അൺപാക്കിങ് തീരെ ഇഷ്ടമില്ലാത്ത പരിപാടിയാണ്. അപ്പോൾ ഇനി ഫുള്ള് സാധനങ്ങളെല്ലാം മാറ്റി സെറ്റാക്കി വെക്കണം. പിന്നെ കുറേ ഒരു 3 ആഴ്ചയായി ഞാൻ പോയിട്ട്. പിന്നെ കുട്ടാടിനിപ്പം ഒരാഴ്ചയായല്ലോ വന്നിട്ട്. അപ്പോൾ പിന്നെ വീട് മൊത്തം അലങ്കോലായി കിടക്കുന്ന, അത് ക്ലീൻ ചെയ്യണം. ഇന്നത്തെ കാര്യം തീരുമാനമായി. അപ്പോൾ അതിനൊക്കെ മുന്നേ ചായ കുടിക്കണം. വിശന്നിട്ട് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ കുട്ടാൻ എന്തെങ്കിലും വാങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പാതുവിനൊന്ന് സെറ്റാക്കണം, അവനൊന്ന് ഉറക്കണം. അവനെ ഉറക്കി കഴിഞ്ഞാൽ എൻ്റെ പരിപാടി എന്തെങ്കിലും നടക്കും. പിന്നെ കുട്ടാൻ ഇന്ന് സാധാരണ ഉച്ചക്ക ഷിഫ്റ്റ് ഉണ്ടാവുക, ഇന്ന് വൈകുന്നേരം ഷിഫ്റ്റ്. ഒരു 4 മണി അങ്ങനെ ആകുമ്പോൾ പോകണ്ടുള്ളൂ. അതുകൊണ്ട് ഒരു സമാധാനം. ഇനിയിപ്പം അത് കഴിഞ്ഞ് ഉച്ചക്കത്തെ ഫുഡ് കറി ഓൾറെഡി വീട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് ചോറാക്കണം. അതാണ് മെയിനായിട്ടുള്ള പരിപാടികൾ. വൃത്തിയാക്കൽ തന്നെ കുറച്ച് ടാസ്ക്കാണ്. അപ്പോൾ എത്രത്തോളം വീഡിയോ എടുക്കാൻ പറ്റുന്നറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കണ്ടിന്യൂസ് വീഡിയോ എടുത്ത് തുടങ്ങുന്നത്. നോക്കാം ഇങ്ങനെ ഉണ്ടാവും. അമ്മ കൊടുത്തുവിട്ട ഫിഷാണ്. അതിന് ഫ്രീസറിലേക്ക് മാറ്റണം. ഇനിയിപ്പം കറി ഉള്ളത് കൊണ്ട് ഫിഷിൻ്റെ ആവശ്യം ഉണ്ടാകാൻ തോന്നില്ല. തെരണ്ടിയാണ്. നിങ്ങളുടെ നാട്ടിൽ തെരണ്ടിക്കെന്നാ പറയാൻ നമുക്കറിയില്ല. തെരണ്ടിക്ക് തെരണ്ടിന്ന് ഞാൻ തോന്നുന്നു പറയാം. അപ്പം അതിനിപ്പോൾ കഴുകിയിട്ടൊന്നും ഡൈസായിട്ടുള്ള ഫ്രീസറിൽ വെച്ചിട്ട് അങ്ങനെ ഞാൻ കൊടുത്തു വിട്ടതാണ്. എന്നിട്ടൊന്ന് കഴുകിയിട്ട് ഫ്രീസറിൽ എടുത്ത് വെക്കണം. അപ്പോൾ കുറച്ച് ദിവസത്തേക്കുള്ള ഫിഷായി. കുറച്ച് ദിവസത്തേക്കല്ല, നമ്മൾ സാറ്റർഡേ സൺഡേ പോയിട്ട് വാങ്ങുന്ന വരെയുള്ള ഫിഷായി. ഇപ്പോൾ ഇവിടെ കണ്ടോ, പുറത്ത് നല്ല അടിപൊളി വെയിലാണ്, നല്ല വെയിലാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പം നാട്ടിലാണെന്ന് തോന്നുന്നു ചൂടധികം. ഇവിടെ അങ്ങനെ ചൂടില്ല, പക്ഷെ നല്ല വെയിലുണ്ട്. ഒരു ഡ്രൈ ആകുന്ന പോലത്തെ ക്ലൈമറ്റാണ്. വേറെ പ്രശ്നമൊന്നുമില്ല. ഫോണിൽ ചാർജ് തീരാനായി ഗൈസ്. അതുകൊണ്ട് ഞാൻ കുത്തിയിട്ടിട്ട് ബാക്കിയുള്ള പരിപാടി നടക്കട്ടെ. അതിനിടക്കിടക്കിടക്ക് വീഡിയോ എടുക്കാം. ആദ്യം അങ്ങനെ ഉറക്കി സെറ്റാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചായ കുടിക്കട്ടെ. വിശന്ന് പണ്ടാറടങ്ങി മാഗി വാങ്ങി. ഇപ്പി
നൂഡിൽസ് പൊതുവെ കഴിക്കില്ല, പക്ഷെ ഇപ്പം വിശക്കുമ്പോൾ വേറൊരു വഴിയില്ല പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് പൊതുവേ കഴിക്കട്ടെ. ചായ, നൂഡിൽസ്. കുറച്ച് സമയം മാത്രമേ ആദൂസ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് അവൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനിയാണ് എൻ്റെ മെയിനായിട്ടുള്ള ക്ലീനിങ്ങും കാര്യങ്ങളും അൺപാക്കിങ്ങും ഒക്കെ നടക്കുന്നത്. അപ്പോൾ ആദൂൻ്റെ ചെറിയ ഷെൽഫ് ഞാനെടുത്ത് മേശേൻ്റെ മുകളിൽ കയറ്റി വെച്ചു. കാരണം ഇന്നലെ ട്രെയിനിൽ ഒരു ലെവലില്ലാണ്ട് കിടന്നുകൊണ്ടാന്ന് തോന്നുന്നു, ഭയങ്കര ബാക്ക് പെയിൻ ആയിരുന്നു. അപ്പോൾ കുനിയാൻ പറ്റാത്തൊരു പ്രശ്നമുള്ളത് കൊണ്ട് ഞാൻ ആ ഒരു ഷെൽഫ് എടുത്തിട്ട് മുകളിൽ വെച്ചു. അപ്പോൾ അവൻ്റെ ഡ്രസ്സൊക്കെ വൃത്തിയിൽ അടുക്കി മടക്കി വെക്കാമല്ലോ, അങ്ങനെ വിചാരിച്ചിട്ട്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ ഒരുപാട് അവൻ്റെ ടോയ്സും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ളത് കൊണ്ട് ഡ്രസ്സൊന്നും കാര്യമായിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്രാവശ്യം പോയപ്പോൾ ആദൂസിൻ്റെ എൻ്റെയും ഡ്രസ്സ് മാത്രമേ മെയിനായിട്ട് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും കാലം അവൻ്റെ ഈ ഒരു ഷെൽഫ് കാലിയായിരുന്നത്. അപ്പോൾ നാട്ടിലുള്ള ഡ്രസ്സ് മൊത്തം ഇങ്ങോട്ട് എടുത്തതുകൊണ്ട് അതൊക്കെ അടുക്കി പെറുക്കി വെക്കാനുണ്ട്. അപ്പോൾ ഞാൻ അവൻ്റെ ഡെയിലി ഇടുന്നത് വേറെയും അതുപോലെ തന്നെ പോകുമ്പോൾ ഇടുന്നത് വേറെയും ഇതുവരെ ഇടാത്തതും വലുതായതും ഒക്കെ വേറെയും അങ്ങനെ മാറ്റി മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഡയറക്റ്റ് ബാഗിൽ നിന്ന് എടുത്തെടുത്ത് മടക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതൊരു വലിയ ബേർഡൻ പോലെ ആവില്ലല്ലോ. അപ്പോൾ പരിപാടി കഴിഞ്ഞല്ലോ. അല്ലേ ഇപ്പം എല്ലാം ബാഗിൽ നിന്ന് എടുത്ത് പുറത്തിട്ട് അതിന് മടക്കി വെക്കാൻ വേറെ ടൈം അങ്ങനെ നിൽക്കണ്ടെന്നുള്ളത് കൊണ്ട് ബാഗിൽ നിന്ന് എടുത്തെടുത്ത് എല്ലാം അതിൻ്റെ സ്ഥാനത്ത് മടക്കി വെക്കുവാണ്. പിന്നെ ഒരുപാട് മെഡിസിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആദൂസിന് പോയപ്പോൾ ജലദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ എടുത്ത് വെക്കുകയാണ്. പിന്നെ കുട്ടാട്ടനുള്ളത് കൊണ്ട് ആദൂനെ ഡീൽ ചെയ്യാൻ വലിയ പ്രശ്നമല്ലേ. അവൻ ഇതിനിടക്ക് ഒന്നും എന്നെ ചെയ്യാൻ വിടൂല. അവൻ അതിനിടക്ക് കുട്ടാട്ടൻ എന്തെല്ലോ കാര്യം പറയുന്നുണ്ട്. ഈ ഡ്രസ്സൊക്കെ അവന് വലുതാണ്, അപ്പോൾ വലിയ ഡ്രസ്സൊക്കെ ഞാൻ അടിയിലോട്ട് വെക്കുവാണ് ഇപ്പോഴേ എടുക്കണ്ടല്ലോ എന്നുള്ളത് കൊണ്ട്. പിന്നെ എന്തെല്ലോ മുൾട്ടാണ് വിട്ടിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ കാണിച്ചു കൊടുക്കുകയായിരുന്നു. പിന്നെ ആ മടക്കി വെക്കൽ പരിപാടികളൊക്കെ പകുതിയാക്കി വെച്ചിട്ട് ആദൂൻ്റെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെയൊക്കെ ബാക്കിയുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് നല്ല വിശന്നപ്പോൾ ചോറ് കഴിക്കാമെന്ന് വെച്ചു. ചോറും അമ്മ കൊടുത്തുവിട്ട ഫിഷ് കറിയും പിന്നെ ഒരു മുട്ട ഓംലെറ്റും അച്ചാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ ഫുഡ് കഴിച്ചു. നല്ല വിശക്കുന്നുണ്ട്, അതുകൊണ്ട് മാഗിയല്ലേ കഴിച്ചിട്ടുള്ളൂ, അപ്പോൾ വേഗം ഫുഡ് കഴിക്കലാണ്. അപ്പോൾ ഫുഡെല്ലാം കഴിച്ച് നല്ല ഉറക്കം വരുന്നുണ്ട്. പക്ഷേ ആദ്യം ഒരു രക്ഷയില്ല, ആദ്യം ഉറങ്ങുന്നില്ല. വന്നപാട് ആദ്യം കുറച്ച് ഉറങ്ങിയോണ്ട് ഇപ്പോൾ ഉറങ്ങുന്നില്ല. പിന്നെ കുട്ടാടിന് 4 മണിയാകുമ്പോൾ പോകണം, 3 മണിയാവാനായി. കുറച്ച് സമയം ഉറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് കിടന്നിട്ടുണ്ട്. എനിക്കിപ്പം ആദ്യം ഉറങ്ങാൻ പറ്റില്ലല്ലോ. അയ്യോ, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. ഇനി എല്ലാം വന്ന സാധനങ്ങളൊന്നും എല്ലാം ഒന്നും സെറ്റാക്കി വെച്ചിട്ടില്ല. ആദൂൻ്റെ ഏകദേശം ഡ്രസ്സും കാര്യങ്ങളെല്ലാം ഓക്കെ ആക്കി വെച്ചു. പിന്നെ ഇവിടെ വന്നതിന് ശേഷം ക്ലീൻ ചെയ്തു. ഫുള്ള് പൊടിയായിരുന്നു നല്ല. അപ്പം എല്ലാം അടിച്ചു വാരി വൃത്തിയാക്കി തുടച്ചു. അതൊക്കെ കഴിഞ്ഞു. ഇനി മെയിനായിട്ടുള്ളത് എൻ്റെ ഡ്രസ്സൊക്കെ എടുത്തു വെക്കാനുണ്ട്. പിന്നെ ബാക്കി കുറച്ച് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാനുണ്ട്. അതും കൂടി കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. അപ്പം അതിന് മുന്നേ അയ്യോ, എനിക്ക് ഉറക്കം വരുന്നത്. റെസ്റ്റ് എടുക്കാനൊന്നും ടൈം കിട്ടത്തില്ല. അപ്പം ഞാൻ വെച്ചാൽ ആദൂസിനോട് കുറച്ച് സമയം കളിക്കാൻ. അവന് ഒറ്റയ്ക്ക് കളിക്കുമ്പോൾ ഭയങ്കര ബോറടിയാണ്. അപ്പോൾ ആരെങ്കിലും ഒരാൾ വേണം. കുട്ടാടമ്മിനെ ഉറങ്ങുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ എനിക്ക് ഉറങ്ങാലോ എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. മിക്കവാറും നടക്കുന്നൊന്നുണ്ടാവില്ല. അപ്പോൾ ഇന്നലെ ട്രെയിനിൽ നിന്ന് വരുമ്പം അത്യാവശ്യം നല്ലോണം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. നേരത്തെ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. കുറേ ദിവസമായില്ല ഇങ്ങനെ ട്രാവലിങ്ങും കാര്യങ്ങളെല്ലാം ആയിട്ട്. അപ്പോൾ ഇന്നലെ അത്യാവശ്യം നല്ലോണം ഉറങ്ങി. ഇനിയിപ്പം സമയം കിട്ടുവാണെങ്കിൽ ഒന്നും കൂടെ ഉറങ്ങണം. ക്ഷീണം അങ്ങോട്ട് വിട്ട് മാറുന്നില്ല എന്ന്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു ആദൂന് ഒരു പൂള് അമ്മു കൊടുത്തിട്ടുണ്ടായിരുന്നു. അമ്മു വാങ്ങിച്ചു കൊടുത്ത പൂളാണിത്. അപ്പോൾ അത് നാട്ടിൽ നിന്ന് ഓൾറെഡി കാറ്റൊക്കെ അടിച്ച് ഇവരൊക്കെ ഒരേ കളിയായിരുന്നു. അപ്പോൾ പിന്നെ അത് കാറ്റൊക്കെ അടിച്ചിട്ട് ഇങ്ങോട്ടൊക്കെ എടുത്തു. വെള്ളമൊന്നും നനയ്ക്കാൻ പറ്റില്ല, അതുകൊണ്ട് ടോയ്സ് ഒക്കെ ഇട്ടിട്ട് കളിക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ അത് ഇവിടുന്ന് ഒച്ചപ്പാടാണ്. അപ്പോൾ അത് കാറ്റടിക്കാം നമുക്ക്. ആദു എന്ന് വേണ്ടേ? ഏത് ബുക്കോ പേന എടുത്തു? പേന എന്നാ മുട്ടക്കുട്ടി മുട്ട. ഇതിനിപ്പോൾ കാറ്റടിക്കാനുള്ള പമ്പ് ഇവിടെ ഇട്ട്. അയ്യോ, എനിക്ക് ഉറക്കം വരുന്നു. ഈ പൂളിൽ കുറച്ചധികം എനർജി കളയേണ്ടി വരും കാറ്റടിച്ച് നറുക്കടിക്കൽ. അത്യാവശ്യം വലിയ പൂളാണ്.
അപ്പം ഞാൻ വെച്ചു ഇത് ഇവന് കളിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ, അല്ലാണ്ട് കുളിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റൂല. കാരണം ചെറുതായതുകൊണ്ട് പിന്നെ ഇവിടെ ജലദോഷവും പനിയൊക്കെ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതിൽ കാറ്റടിച്ചിട്ട് ടോയ്സൊക്കെ ഇട്ട് കളിക്കാൻ സെറ്റാക്കണം. അപ്പം അത് വേഗം ചെയ്യാം. ഈ പൂളിൽ കാറ്റടിക്കുക എന്നുള്ളത് അത്യാവശ്യം നല്ല ശ്രമകരമായിട്ടുള്ള പണി ആയതുകൊണ്ട് തന്നെ നല്ല ടൈം എടുത്തിട്ടായിരുന്നു അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനിടയ്ക്കാണ് ആദ്യം അതിൻ്റെ മുകളിൽ വന്നിരുന്നത്. അവനറിയാം ഇത് കാറ്റടിച്ച് കഴിഞ്ഞാൽ പൂളാവുന്നു. അവൻ ഇന്നലെ വരെ കളിച്ച സാധനമാണെന്നും അതുകൊണ്ട് തന്നെ വേഗം ചാടിക്കൽ അതിലിരുന്നു. അതുകൊണ്ടാണ് കുറച്ചും കൂടെ ലേറ്റ് ആയതല്ലേ, പെട്ടെന്ന് തന്നെ കഴിയും. എന്നാലും ടൈം എടുക്കും, കാരണം നല്ല പ്രഷർ കൊടുത്ത് ചെയ്യണം. അതിലിടയ്ക്ക് അവൻ അതാ വന്നിട്ട് എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കാറ്റടിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ കൈ പിടിച്ചിട്ട് അവൻ്റെ കൈ അവിടെ വെച്ചിട്ട് കാറ്റടിക്കുന്നൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ചെയ്തുകൊണ്ടിരുന്നത് അതിൻ്റെ പൈപ്പ് വലിച്ചൂരിക്കൊണ്ടിരിക്കുക. ഞാൻ അവിടെ കുത്തിയിടുന്നതിന് വലിച്ചൂരുക, കാറ്റടിക്കാൻ വിടുന്നില്ല. ഇതൊക്കെ കൊണ്ട് കുറേ സമയം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവൻ ഈ പൂള് നല്ല ഇഷ്ടമായി. ഞങ്ങൾ ആദ്യം അമ്മ വാങ്ങിച്ച സമയത്ത് ബിറ്റേക്കിൻ്റെ ഹൽദിൻ്റെ ടൈമിനായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ വീട്ടിൽ നിന്ന് വെള്ളമൊക്കെ നിറച്ചിട്ട് അതിനകത്തൊക്കെ ഇരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ക്ലിപ്പ് ഞാൻ ഇത് കഴിഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ അതിൽ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു അവൻ അതിനകത്ത് വെള്ളത്തിനടിക്കാൻ. പക്ഷേ അയ്യോ, എനിക്കത് ആഡ് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല, കാരണം അവൻ ഡ്രസ്സ് ഇടാതെ ഇരുന്നത്. കുഴപ്പമില്ല, അത് ഞാൻ പറ്റുന്ന പോലെ ബ്ലർ ചെയ്ത് കൊടുക്കാൻ പറ്റും കൊടുക്കാം. അപ്പോൾ അതിൽ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ വീട്ടിൽ വന്നിട്ട് നിലയായിട്ട് ഇതിനകത്ത് നല്ല കളിയായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് സ്കൂൾ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഈ ടോയ്സൊക്കെ ഇട്ടിട്ടാണ് ഉള്ളത്. അങ്ങനെ ഞാനിത് ഓരോ ലെയറായിട്ട് കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് 4 ലെയർ ആണ്, 4 ഹോളാണ് ഇത് കാറ്റടിക്കാൻ വേണ്ടിയിട്ടുള്ള. ബേസ് 1, പിന്നെ 3 റൗണ്ട് ആയിട്ടുള്ളത്. അപ്പോൾ അതിൽ ഓരോന്നിനും ഞാൻ ഇരുന്ന് അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവനാണെങ്കിൽ ഇത് വലിച്ചു വരുന്നതുകൊണ്ടാണ് നടക്കാതെ കണ്ടത്, വലിച്ചു വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എങ്ങനെയൊക്കെ കൂടി ഞാൻ അത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു അരമണിക്കൂറിൻ്റെ കഷ്ടപ്പാടിൽ കാറ്റടിച്ച് സാധനം വീർത്തോ. എന്താ ഞാൻ കാറ്റടിക്കുക, ഇവൻ ഊരിവിടുക, ഞാൻ കാറ്റടിക്കുക, ഇവൻ ഊരിവിടുക. അതായിരുന്നു സംഭവിച്ചുകൊണ്ടിരുന്നത്. അത് എത്ര സമയം എടുത്തല്ലേ, നേരത്തെ പരിപാടി അല്ലായിരുന്നു അതോ കണ്ട ഇതാ ഇപ്പോൾ ചാടിക്കയറുക, പുറത്തിറങ്ങുക, കളിക്കുക, ഇത് തന്നെയാണ് പരിപാടി. ഇതൊക്കെ വൃത്തിയാണ്, നല്ല അടിപൊളി സാധനമായിരുന്നു. വീട്ടിൽ നിന്ന് ഇത് പോംഗ്രനൈറ്റ് തിന്നിട്ട് ഇതിൻ്റെ മുകളിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, കറയായ പോലെ ആയിപ്പോയി. നല്ല അടിപൊളി, നല്ല ക്യൂട്ടായിട്ടുള്ള സാധനമായിരുന്നു. ആ മുട്ടക്കുട്ടി, അവന് ഇതിനകത്ത് ടോയ്സ് കൊണ്ടുപോയിട്ട് കൊടുക്കും. ടോയ്സ് ഇതിനകത്ത് ഇട്ടെ, അമ്മ ടോയ്സ് എടുത്തിട്ട് വരട്ടെ. ഇതിൽ വേണോ ടോയ്സ്? ആ ടോയ്സ് വേണോ? ടോയ്സ് അത് വായിൽ വെക്കല. നോനോ, നമുക്ക് ആക്ച്വലി ഇവിടെ 2 റൂമാണുള്ളത്. ഒരു റൂമിൽ കിടക്കും, ഒരു റൂം ഗസ്റ്റ് റൂം വെച്ചാൽ വീട്ടിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ അതിനകത്ത് കിടക്കാനുള്ളതായിരുന്നു. അപ്പോൾ ഇനിയിപ്പം കുറേ അവർ വരുമ്പം മിക്കവാറും ചൂട് തുടങ്ങിക്കഴിഞ്ഞാൽ അവരുടെ സെൻട്രൽ ഹാളിൽ കിടക്കുക. ഹാള് നല്ല വലുതാണല്ലോ. അപ്പം ഞാൻ ഈ റൂം ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. സ്റ്റുഡിയോ എന്നല്ല, ആദ്യത്തെ സാധനങ്ങളും പിന്നെ വീഡിയോസ് എടുക്കാനും അങ്ങനെയൊക്കെ കൂടിയിട്ട് ഇത് അത്യാവശ്യം വലിയൊരു റൂമാണ്. ഞാൻ ഹോം ടൂർ പെട്ടെന്ന് തന്നെ ചെയ്യണമെന്നുണ്ട്. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത്യാവശ്യം വലിയ റൂമായിരുന്നു, മറ്റേത് കുറച്ച് കുഞ്ഞു റൂമാണ്. അപ്പം ഞാൻ വെച്ച് കിടക്കാം. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെഡ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ സാധനം പിന്നെ വെക്കാനൊന്നും പറ്റില്ല. അപ്പുറത്തകത്താണെങ്കിൽ ബെഡ് ഇട്ട് കഴിഞ്ഞാൽ ബെഡ് മാത്രമേ ഇടാൻ പറ്റൂ, വേറൊന്നും ഇടാൻ പറ്റില്ല. അപ്പോൾ കുറച്ചും കൂടി നല്ലത് അവിടെ ബെഡ് ഇട്ടിട്ട് കിടക്കാൻ മാത്രം അങ്ങോട്ടേക്ക് പോയിട്ട് ബാക്കി ടൈമിൽ നമുക്ക് ഇവിടെ അവൻ്റെ കുഞ്ഞു ഷെൽഫുണ്ട്, പിന്നെ റിംഗ് ലൈറ്റിൻ്റെ കാര്യങ്ങൾ, പിന്നെ വീഡിയോസ് എടുക്കാനുള്ള സംഭവങ്ങൾ, പിന്നെ അവൻ്റെ ടോയ്സൊക്കെ ഇതിനകത്ത് സെറ്റാക്കി വെക്കാമല്ലോ. പിന്നെ അവൻ്റെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം, എന്തുവാ കളിക്കുന്നത്, അങ്ങനെയെല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ റൂം അങ്ങനെയാക്കാമല്ലോ. അത് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. പിന്നെ ഉറങ്ങുന്നൊക്കെ അപ്പുറം സമാധാനത്തിൽ ഉറങ്ങുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. ആദ്യം ഞാൻ ഈ സ്റ്റുഡിയോ സെറ്റപ്പൊക്കെ അപ്പുറത്തെ റൂമിലായിരുന്നു നോക്കിയത്. ഇവിടെ ഇറങ്ങി നോക്കരുതോ, കുരുത്തക്കേട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ ഇത് കുറച്ചും കൂടി സെറ്റപ്പ് ആക്കണ്ട. അതും കൂടെ കഴിഞ്ഞ് ഹോം ടൂറൊക്കെ ഇടും. കാറ്റടിച്ചേട്ടെ, കാറ്റടിക്കട്ടെ. കാറ്റടിക്കാൻ വന്നിട്ടുണ്ട് ഒരാൾ. പറ്റുന്ന പണിക്ക് നിന്നാൽ പോരെ, പറ്റുന്ന പണിക്ക് നിന്നാൽ പോരെ. ടോയ്സ് എടുത്തിട്ട് ഇതിലിടണോ? ടോയ്സ് എടുത്ത് തരണോ അമ്മ? അതും അതെ, സെൻട്രൽ ഹാളിൽ പോയി ടോയ്സ് എടുത്തിട്ടോ പോയിട്ട്. അഭിനയം ഒക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ച സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിട്ട്. ഇതാരെ വലിച്ചു വാരിയിട്ടെ? ആരിട്ടെ?
എൻ്റെ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഇത്ര നന്നായിട്ടിട്ടും കാര്യമില്ല. ഇവ പിന്നെ എടുത്ത് വൃത്തികേടാക്കും. ഞാൻ എടുത്ത് വെക്കും, ഇവൻ വൃത്തികേടാക്കും. ഇതാണ് എൻ്റെ സ്റ്റുഡിയോ സെറ്റപ്പ്, ലോക്കൽ സ്റ്റുഡിയോ സെറ്റപ്പ്. എങ്ങനെയുണ്ട്? അതിൻ്റെ ടോയ്സ് മുഴുവൻ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടേ. ടോയ്സിൻ്റെ കൂടെ എന്താ ഇതൊക്കെ? ഇതെന്തെല്ലാം ഇതിൻ്റെ അകത്ത് പൊറുക്കിയിട്ടേ. ഇവിടെ എന്തെങ്കിലും സാധനം കാണാണ്ടിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ ടോയ്സിൻ്റെ ബോക്സ് നോക്കും. എൻ്റെ അമ്മ, ഇതൊന്ന് ഐസിൻ്റെയാ. ഇതെന്തെല്ലാം ഇതിനകത്ത് പൊറുക്കിയിട്ടിരുന്നു ഭഗവാനേ. കീ ചെയിന്, ഇതൊക്കെ ഇതിനകത്ത് നോക്കാം. ഈ സാധനങ്ങളൊന്നും വേണ്ടല്ലോ. ഓക്കേ, ഇതൊക്കെ അവൻ്റെ ടോയ്സിൻ്റെ പാത്രത്തിൽ നിന്ന് കിട്ടുക. കളിച്ചോട്ടോ. ഇനിയും ഉണ്ട്, തീർന്നിട്ടില്ല. ഗദ, ചെണ്ട, ആന, ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം പെറുക്കിയിട്ട് അതിനകത്ത് കൊണ്ടുപോയിട്ടെ. അല്ലെ സെൻട്രൽ ഹാൾ മൊത്തം വൃത്തിയോടായിരിക്കും. ഇനിയുണ്ട് ക്ലീൻ ചെയ്യാൻ. ഫുള്ളിങ്ങനെ മെസ്സപ്പായി കിടക്കുന്നു. ഇതെല്ലാം എടുത്ത് വെക്കണം. കുടിച്ചേട്ടാ, അത് കഞ്ഞി എങ്ങനെ കുടിക്കുക? വൈകുന്നേരമായി ഗൈസ്. ഇപ്പോഴാണ് അത് കഞ്ഞി കുടിക്കുന്നത്. ഉറങ്ങി എഴുന്നേറ്റിട്ട് ഞാൻ കഞ്ഞി കൊടുക്കാൻ പറഞ്ഞു, ഒറ്റക്ക് കുടിച്ചോളാം. ഓക്കെ, ഒറ്റക്ക് കുടിച്ചോ, മറിക്കരുത്. ഇങ്ങനെ കുടിക്കുക. അമ്മ ഇങ്ങനെ പിടിച്ചേരാം. കുടിച്ചോ. ഗുഡ് ബോയ്. എങ്ങനെ കഞ്ഞി കുടിക്കുക? എങ്ങനെ കുടിക്കുക? അമ്മൻ്റെ വാവ എങ്ങനെ കഞ്ഞി കുടിക്കുക? അമ്മ വാവ എങ്ങനെ കഞ്ഞി കുടിക്കുക? കുടിച്ചാട്ടെ. അയ്യോ, മട്ടക്കുട്ടി. എങ്ങനെ അമ്മ ഇടയ്ക്ക് കുടിക്കേ. എങ്ങനെ കഞ്ഞി കുടിക്കുക? കാണിച്ചു കൊടുത്താട്ടെ. എങ്ങനെ കഞ്ഞി കുടിക്കുക വാവാ? ഇത്ര സമയം മര്യാദ കുടിച്ചോട്. വീഡിയോ എടുക്കുമ്പോ അമ്മ കാണിച്ചു തരാം. ഇത് അങ്ങനെ കുടിക്കുക. അമ്മ കാണിച്ചു തന്ന പോലെ കുടിക്കുക. ഗുഡ് ബോയ്. ക്ലാപ്പ്. ഗുഡ് ബോയ്. ക്ലാപ്പ് ചെയ്തേ. ക്ലാപ്പ്. അമ്മ തരട്ടെ? വാവക്ക് അമ്മ തരട്ടെ? നോക്കട്ടെ. ഒരു കമ്മയും ഒരു കാതും. ഇത് ഇനി അതും ഇനി അമ്മ അടുത്ത അമ്മ. ഒന്ന് അതും ഒന്ന് അമ്മയും. ഇനി അത്. അതും പിന്നെ 1 2 3 എങ്ങനെ തിന്ന? അമ്മ തരാം. 1 2 ഇനി വാ. വൈകുന്നേരമായി കേസ്. ഉറങ്ങണം എന്ന് വെച്ചിട്ട് ഉറക്കമൊന്നും നടന്നില്ല. അത് ഉറങ്ങിപ്പോയതുകൊണ്ട് ഞാൻ അപ്പത്തേനും പരിപാടിയെല്ലാം വേഗം കഴിക്കാമെന്ന് വെച്ചാൽ അതും നടന്നില്ല. പക്ഷേ ഫുഡൊക്കെ ഉണ്ടാക്കി ഞാൻ നൈറ്റിലേക്കുള്ള. അതൊക്കെ ഉണ്ടാക്കി സെറ്റായി. പക്ഷെ വീഡിയോ എടുക്കാൻ മറന്നു. ഞാൻ തിരക്കിന് ഓടി എടുക്കലായിരുന്നു. ഇനിയിപ്പം കുളിക്കണം, അതിനെ കുളിപ്പിക്കണം, ഒന്ന് പുറത്ത് പോകണം. അത്രയേ ഉള്ളൂ പരിപാടി. ചിലപ്പോൾ ഞാൻ അതും കൂടെ ആഡ് ചെയ്യും, അല്ലെങ്കിൽ ഇവിടെ വെച്ച് വ്ളോഗ് നിർത്തും. നമുക്ക് നാളെ എന്തായാലും ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെയൊക്കെ ചെയ്യാം. നമുക്ക് തോന്നുന്നത് ഇതിവിടെ നിർത്തുന്നതാണ് നല്ലതെന്ന്. കാരണം ഇനി എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ എപ്പോഴത്തെ വീഡിയോ പോലെ ഒന്നും ഉണ്ടാവില്ല. വീഡിയോ ഒക്കെ അധികം അങ്ങനെ ഉണ്ടാവുക ശരിക്കുന്നതൊക്കെ. ഒക്കെ ഇനി ഡ്രസ്സെല്ലാം മടക്കി വെക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കിയുള്ള ബാഗൊക്കെ എടുത്ത് മുകളിൽ കയറ്റണം, അങ്ങനത്തെ പരിപാടിയൊക്കെ. അപ്പം ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം. അപ്പോൾ ഈ വീഡിയോ അത്രയേ ഉള്ളൂ. ബൈ.